പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ അബ്കാരി ആക്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോക്ക് ടെസ്റ്റിനകത്ത് 10 ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 10 ചോദ്യത്തിനകത്ത് ഇത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് വ്യക്തമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ കാണുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ മോക്ക് ടെസ്റ്റിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അബ്കാരി ആക്ട് 1077 പാസ്സാക്കിയ വർഷം ഏതാണ്? അബ്കാരി ആക്ട് 1077 പാസ്സാക്കിയ വർഷം ഏതാണ്? അപ്പൊ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉത്തരങ്ങളൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അബ്കാരി ആക്ട് 1077 പാസ്സാക്കിയ വർഷം ഏതാണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ഉത്തരത്തിലേക്ക് കടക്കുന്നു. ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം എത്രയാണ്? 1902 ആണ്. അപ്പൊ അബ്കാരി ആക്ട് 1077 പാസ്സാക്കിയ വർഷം ചോദിച്ചാൽ 1902 രണ്ടാമത്തെ ചോദ്യം ഇതാണ്: അബ്കാരി ആക്ട് 1077 രാഷ്ട്രപതി അംഗീകാരം നൽകിയ വർഷം ഏതാണ്? അബ്കാരി ആക്ടിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയ വർഷം ഏതാണ്? അറിയാമോ? അബ്കാരി ആക്ട് 1077 രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ഏത് വർഷമാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഉത്തരം വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 1967 ആണ് അല്ലെ. 1967 എന്ത് ചെയ്യുന്നത്? അബ്കാരി ആക്ട് 1077 നമ്മുടെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 1967. ഓപ്ഷൻ ഡി എഴുതിയവർക്കാണ് അതിനകത്ത് നിന്ന് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണമാണ്. ഓപ്ഷൻ എ 77, ഓപ്ഷൻ ബി 72, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 30. എത്രയാണ് അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 2 ഓപ്ഷൻസ് കൂടി അവിടെ എഴുതിയിട്ട് തരാം. ബി 12, അടുത്തത് ഡി 30. ഇതിലേതാണ് അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? കിട്ടിയോ? ഓക്കെ, ശരി ഉത്തരം കണ്ടെത്തി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 72 ആണ് അല്ലെ. അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം ചോദിച്ചാൽ 72 സെക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. സെറ്റാണേ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ നാലാമത്തെ ചോദ്യം ഇതാണ്: ചാരായത്തിന്റെ നിർമ്മാണം, സംഭരണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, അതുപോലെ തന്നെ കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ട് 1077 സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക. നമ്മുടെ ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. സെക്ഷൻ 5 ആണോ, 6 ആണോ, അതോ 8 ആണോ, 9 ആണോ? പറഞ്ഞേ. ഉത്തരം കിട്ടിയോ? ചോദ്യവും ഉത്തരവും മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നാലാമത്തെ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം സെക്ഷൻ 8 ആണ് അല്ലെ. അപ്പൊ ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് സെക്ഷൻ 8-നകത്താണെന്ന് അറിഞ്ഞിരിക്കുക. സെറ്റാണേ. അടുത്ത ചോദ്യം: അബ്കാരി ആക്ട് 1077 സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത് എന്തിനെ? അബ്കാരി ആക്ട് 1077 സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത് എന്തിനെ എന്നാണ് ചോദ്യം. മദ്യത്തിന്റെ കടത്തൽ നിരോധിക്കുന്നതാണോ? അല്ലെങ്കിൽ മദ്യത്തിൽ ചേർക്കുന്ന ചേരുവകളെ കുറിച്ചാണോ? മദ്യത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ വ്യാപനത്തെ കുറിച്ചാണോ? അല്ലെങ്കിൽ കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവിനെ കുറിച്ചാണോ? കടത്തല്, ചേർക്കുന്ന ചേരുവ, വ്യാപാരം, മദ്യത്തിന്റെ അളവ്, കൈവശം വയ്ക്കുന്നതിനുള്ള അളവ്. ഇതിലേതാണ് സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത്? ഉത്തരം കിട്ടിയോ? അപ്പോ നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത് ഏതെന്ന് ചോദിച്ചാല് മദ്യത്തിന്റെ കടത്തൽ നിരോധിക്കുന്നതാണ് കേട്ടോ. മദ്യത്തിന്റെ കടത്തൽ നിരോധിക്കുന്നതിനെ കുറിച്ചാണ് അബ്കാരി ആക്ടിലെ സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത്. അപ്പോ 5-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അബ്കാരി ആക്ടിലെ സെക്ഷൻ 9 പ്രതിപാദിക്കുന്നത് മദ്യത്തിന്റെ കടത്തലിനെ കുറിച്ചാണ്. അടുത്ത 6-ാമത്തെ ചോദ്യം: അബ്കാരി എന്ന് പറയുന്ന പദം ഉടലെടുത്തത് ഏത് ഭാഷയിൽ നിന്നാണ്? അറബിക് ആണോ, പേർഷ്യൻ ആണോ, റോമൻ ആണോ, ചൈനീസ് ആണോ? അറബിക്, പേർഷ്യൻ, റോമൻ, ചൈനീസ്. പറഞ്ഞേ, ഏത് ഭാഷയിൽ നിന്നാണ് അബ്കാരി എന്ന് പറയുന്ന പദം ഉടലെടുത്തിട്ടുള്ളത്? ഉത്തരം കിട്ടിയല്ലോ.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ശരി ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പേർഷ്യൻ ആണ്. അബ്കാരി എന്ന് പറയുന്ന പദം ഉടലെടുത്തത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണേ. അടുത്ത ചോദ്യം, കേരളത്തില് ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ഏതാണ്? ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം 1996, 1966, 2006, അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ വരുന്നത് 1988. 1988 ഓപ്ഷൻ ഡി. അപ്പൊ പറഞ്ഞ ഇതിൽ ഏതാണ് ചാരായ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ഏതാണ്? കിട്ടിയോ? ഓക്കെ, ശരി ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉത്തരം വരുന്നത് 1996 അല്ലെ. ചാരായ നിരോധനം കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ചോദിച്ചാൽ 1996 എന്ത് ചെയ്യുന്നത്? ചാരായ നിരോധനം. വളരെ പ്രധാനപ്പെട്ടതാണ്. ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 1996. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. കള്ള് വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും ഒരു മരത്തില് കലമോ അല്ലെങ്കിൽ അനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിനെ എന്തെന്ന് വിളിക്കുന്നു? ശ്രദ്ധിക്കുക. കള്ള് വേർതിരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും ഒരു മരത്തിൽ കലമോ മറ്റനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് വിശേഷിപ്പിക്കുന്നു. ചെത്തൽ എന്നാണോ, ശുദ്ധീകരണം എന്നാണോ, വാറ്റൽ എന്നാണോ, അല്ലെങ്കിൽ പുളിപ്പിക്കൽ എന്നാണോ? ടാപ്പ്, റെക്ടിഫിക്കേഷൻ, ഡിസ്റ്റിലേഷൻ ആൻഡ് ഫെർമെന്റേഷൻ. ഇതിലേതാണ് കള്ള് വേർതിരിക്കുന്നതിന് വേണ്ടി മരത്തിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഘടിപ്പിക്കുന്നതിനെ പറയുന്ന പേരെന്താണ്? നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള വാക്ക് തന്നെയാണ്. എന്താണ് സംഭവം? കള്ള് ചെത്തൽ എന്നാണ് അല്ലെ. കള്ള് ചെത്തൽ എന്നാണ്. ഓപ്ഷനാണ്. നമുക്കറിയാം, പനയുടെ മുകളിലും തെങ്ങിന്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും? കലവും കാര്യങ്ങളൊക്കെ വച്ചിട്ട് അവരെന്ത് ചെയ്യും? തെങ്ങിൽ നിന്ന് കള്ള് ചെത്തും അല്ലെ. അപ്പൊ ഇതിനെ പറയുന്ന പേരെന്താണ്? കള്ള് ചെത്തൽ എന്നാണ്. ടാപ്പ് എന്നാണ്. ഓപ്ഷൻ എ എഴുതിയവർക്കാണ് ശരി ഉത്തരം കേട്ടോ. അപ്പോൾ കള്ള് വേർതിരിച്ചെടുക്കുന്ന ഉദ്ദേശത്തോടു കൂടി ഒരു മരത്തിൽ കലമോ മറ്റനുബന്ധ വസ്തുക്കളോ കഴിപ്പിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ടാപ്പ് അല്ലെങ്കിൽ ചെത്തൽ എന്ന് പറയുന്നു. അടുത്ത 9ാമത്തെ ചോദ്യം, 1977 അബ്കാരി ആക്ടിലെ സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാൻ പാടില്ല? എത്ര വയസ്സിന് താഴെയുള്ളവർക്ക്? സെക്ഷൻ 15 പ്രകാരമാണ്. സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാനായി പാടില്ല? 18 ആണോ, 20 ആണോ, 21 ആണോ, 23 ആണോ? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അബ്കാരി ആക്ട് 1977 സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കാനായി പാടില്ല? 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാനായി പാടില്ല. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 23. ഓക്കെ, അങ്ങനെ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. എയിൽ എന്താണ്? എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ എന്നിവ എന്തിന് ഉദാഹരണമാണ്? എയില്, സ്റ്റൗട്ട്, പോർട്ടർ എന്നിവ എന്തിന് ഉദാഹരണമാണ് എന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. വിദേശ തുണിത്തരങ്ങളാണോ, അതോ ബിയർ ആണോ, വാഹനങ്ങളാണോ, പനയിൽ നിന്നെടുക്കുന്ന കള്ളാണോ? ഇതിൽ എന്താണ് എയില്, സ്റ്റൗട്ട്, പോർട്ടർ എന്നിവ എന്തിന് ഉദാഹരണമാണ്? കിട്ടിയോ? നമ്മൾ പഠിച്ച ചോദ്യം തന്നെയാണ്. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ബിയർ ആണ്. അപ്പോൾ എയിലും സ്റ്റൗട്ടും പോർട്ടർ എന്നിവയ്ക്ക് എന്തിന് ഉദാഹരണമാണ്? ബിയറിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 10 ചോദ്യങ്ങളാണ്. ഈ 10 ചോദ്യത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പോൾ നിങ്ങളുടെ റേഞ്ചും നിങ്ങളുടെ കൂട്ടുകാരുടെ റേഞ്ചും ഒക്കെ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടിയാലും 8 ആയാലും 5 ആയാലും 2 ആയാലും 1 ആയാലും ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്ത് മുന്നിലോട്ട് വരാം. അപ്പൊ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പെട്ടെന്ന് വായിച്ചു പോവാം. നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യം എന്ന് പറയുന്നത് അബ്കാരി ആക്ട് 1977 പാസ്സാക്കിയ വർഷം ഏതാണെന്നാണ്. ഏത് വർഷമാണ് പാസ്സാക്കുന്ന വർഷം ഏതാണ്? 1902 അബ്കാരി ആക്ടിന് രാഷ്ട്രപതി അംഗീകാരം ലഭിക്കുന്നത് 1967 അബ്കാരി ആക്ടിലെ സെക്ഷൻസിന്റെ എണ്ണം ചോദിച്ചാൽ അത് 72 സെക്ഷൻസ് ഉണ്ട്. കൂടാതെ ചാരായ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, സംഭരണം, കൈവശം വയ്ക്കൽ എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പരാമർശിക്കുന്നത് സെക്ഷൻ 8 പറഞ്ഞു. മദ്യത്തിന്റെ കടത്തൽ നിരോധിക്കുന്നത് സെക്ഷൻ 9 മദ്യത്തിന്റെ കടത്തൽ നിരോധിക്കുന്നത് സെക്ഷൻ 9 അതുപോലെ തന്നെ അബ്കാരി എന്ന് പറയുന്ന പദം ഡിറൈവ് വന്നിട്ടുള്ളത് പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് എന്നറിഞ്ഞിരിക്കുക. അതുപോലെ കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ശ്രദ്ധിക്കുക, 1996 അതുപോലെ കള്ള് വേർതിരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മരത്തിൽ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഘടിപ്പിക്കുന്നതിനെ പറയുന്ന പേര് ടാപ്പ് അല്ലെങ്കിൽ ചെത്തൽ എന്നാണ്. അബ്കാരി ആക്ടിലെ സെക്ഷൻ 15 പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കാനായി പാടില്ല? 23 വയസ്സിന്. എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ എന്നിവയ്ക്ക് എന്തിന് ഉദാഹരണമാണ്? ബിയറിന് ഉദാഹരണമാണ്.
അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഞാൻ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ബാക്കി ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്യുന്നു വരുന്ന ദിവസങ്ങളിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അബ്കാരി ആക്ട് ഇത്രയും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് NDPS ആക്ട് ആണ്. NDPS ആക്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ആക്ട് എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. NDPS നമുക്ക് ലാസ്റ്റ് റൗണ്ട് റിവിഷനിലോട്ട് വരുമ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഒരിക്കൽ കൂടി ഒരു ലൈവ് വെച്ചിട്ട് എന്ത് ചെയ്യാം, NDPS നമുക്ക് ഒരിക്കൽ കൂടി കവർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.